മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ 4 ക്രിയകളുണ്ട്, 4 ഓപ്പറേഷൻസ്. ഏതൊക്കെയാണ് മാത്തമാറ്റിക്സിലുള്ളത്? പ്ലസ്, അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. കൂട്ടുക, കുറക്കുക, ഗുണിക്കുക, ഹരിക്കുക. അതിന് സങ്കലനം, വ്യവകലനം എന്നൊക്കെ അതിൽ സൂചിപ്പിക്കാറുണ്ട്. ഓക്കെ, കൂട്ടുക, കുറക്കുക എന്നൊക്കെ പറയുന്നതിന്. ഓക്കെ, ഇതിൽ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ് സബ്ട്രാക്ഷൻ, കുറക്കുക, സംഖ്യകൾ കുറക്കുന്നത്. കൂട്ടുന്നത് പിന്നെ എളുപ്പമാണ്, കുറക്കുന്നതാണ് പല കുട്ടികൾക്കും പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ 1 ഡിജിറ്റ് ഓരോരോ അക്കങ്ങൾ കുറക്കാനൊക്കെ നിങ്ങൾ കൈവിരലുകൾക്ക് ഉപയോഗിച്ച് ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും അല്ലേ? 8 നിന്ന് 4 പോയാൽ എത്ര? 4. 8 - 4 4. 9 - 2 7. 9 നിന്ന് 2 കുറച്ചാൽ 7. ഇതൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പറയുന്നത് 2 ഡിജിറ്റ് 2 അക്ക സംഖ്യകളുടെ സബ്ട്രാക്ഷൻ മനസ്സിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? മൈൻഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ? അങ്ങനെയുള്ളത് ചില്ലറക്കാരനല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇതുപോലെയുള്ളതല്ല, 60 - 20 ഇങ്ങനെയുള്ളതല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ഈ തരത്തിൽ വരുന്നതാണ്. 82 - 37 ആണ്. 82 - 30 അല്ല, 82 - 37 ആണ്. 74 - 28, 74 - 20 അല്ല, 74 - 21 അല്ല, 74 - 22 അല്ല, അങ്ങനെയുള്ളതല്ല. ഇത് ഈ 4-നെക്കാട്ടി വലിയ നമ്പർ ഇവിടെ വരുന്നത്, ഈ 2-നെക്കാട്ടി വലിയ നമ്പർ, അതാണല്ലോ പ്രയാസം ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള കണക്ക് നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. കുട്ടികൾക്ക് ആവശ്യമുള്ള ധാരാളം വീഡിയോസ് നമ്മുടെ ചാനൽ മാത്സ്യൂളിലുണ്ട്. അതുമാത്രമല്ല, ഓരോരോ പുതിയ പുതിയ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം വരും, ക്ലാസ്സുകൾ കാണാൻ കഴിയും. ഓക്കെ, ചാനൽ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്കൂ, 60 - 20 എന്നൊക്കെ നിങ്ങൾ ഈസി ആയി പറയും. കാരണം എന്താ? നിങ്ങൾക്ക് 6 - 2 അറിയാം. 6 - 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 4 അറിയാം. അതറിയുന്ന കുട്ടിക്ക് 60 - 20 കുറച്ചാൽ കുട്ടി ഈസി ആയിട്ട് പറയും. എത്ര പറയും? 40 - 40 പറയും. കുട്ടി 6 - 2 കുറച്ചിട്ട് ഒരു 0 അങ്ങ് ചേർക്കും. കറക്റ്റ്. അതുപോലെ 70 - 40 കുറക്കാൻ നമുക്കറിയാം 30 എന്ന് പറയും. 7 - 4 = 3. 7 - 4 3. അപ്പോൾ 90 - 50 കുറച്ചാലും നിങ്ങൾ പറയുന്നുണ്ടാവും ഇപ്പോൾ 40 എന്ന് പറയുന്നുണ്ടാവും. കാരണം 9 - 5 4 ആണ്. 110 നിന്ന് 20 പോയാലും നിങ്ങൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുന്നുണ്ടാവും. അതും കുഴപ്പമില്ല. 11 - 2 കുറച്ചാൽ മതി. 0 ഒഴിവാക്കിയിട്ടുള്ള നമ്പറിന് കുറക്കുക. 11 - 2. 2 സ്ഥലത്ത് ഓരോ 0 ആണല്ലോ ഉള്ളത്, ഓരോ 0 ആണ് ഉള്ളത്. അപ്പൊ 2 ഓരോ 0 ഒഴിവാക്കിയിട്ട് 11 - 2 കുറക്കാൻ നമുക്ക് 9 കിട്ടും. അതിൽ കൂടെ ഒരു 0 ചേർത്താൽ മതി. ഇത് അറിയെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇനി അറിയാൻ പറ്റും. ഇത് അറിയാൻ ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. റെഡി? അപ്പോൾ നോക്കൂ, 60 - 20 കുറക്കാൻ കഴിയുന്ന കുട്ടിക്ക് എത്ര പറയും? 62 - 20 കുറച്ച് പറയുമല്ലോ. 62 - 20 കുറച്ച് പറയില്ലേ? എത്ര പറയും? 42 എന്ന് പറയുമല്ലോ. 60 - 20 കുറച്ച 40 അല്ലേ? അപ്പൊ 62 - 20 കുറച്ചാൽ കുട്ടി എത്ര പറയും? 42 പറയും. അതുമാതിരി 73 - 40 കുറച്ചാൽ എത്ര പറയും ആ കുട്ടി? 70 - 40 കുറച്ചിട്ട് എത്ര പറയും? 30 എന്ന് പറയും. അപ്പൊ 73 കുറച്ചാൽ എത്ര പറയും? 33 എന്ന് പറയും. 70 - 40 കുറച്ചിട്ട് മതിയല്ലോ. 70 - 40 കുറച്ചിട്ട് 3 അവിടെ എഴുതിച്ചേർത്താൽ മതി. ഇപ്പോഴാണല്ലോ 73 ആണല്ലോ കൂടുതലുള്ളത്. ഓക്കെ, ഈ തരത്തിൽ പറയാൻ പറ്റുമോ? പറ്റും. ഓക്കെ, ഇത് ഇങ്ങനെ കാരണം ഇപ്പുറം എന്ത് വന്നാലും 0 ഉള്ള നമ്പറേ വരുള്ളൂ. ഇപ്പുറം മാത്രമേ മാറ്റം വരുന്നുള്ളൂ അല്ലെ? ഇത് 0 ഉള്ള നമ്പർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. കാരണം എന്താ? 62 - 20 42 എന്ന് പറയാൻ പറ്റുന്നത്. 60 - 20 നമ്മൾ കൂളായിട്ട് വളരെ എളുപ്പത്തിൽ പറഞ്ഞു 40. അപ്പൊ 62 - 20 പോയാൽ നമുക്ക് എത്ര കിട്ടി? 42 കിട്ടി. ഇതൊന്ന് തറവാക്കി വെക്കുക. ഈ ഓരോ 10 ഇങ്ങനെയുള്ള നമ്പറുകളുടെ സബ്ട്രാക്ഷൻ അത് അറിയണമെങ്കിൽ 1 ഡിജിറ്റിന്റെ സബ്ട്രാക്ഷൻ നമ്മൾ ഈസി ആയി പഠിച്ചാൽ മതി. 9 - 2 7. 8 - 5 3. 8 - 5 പോയാൽ 3. 7 - 2 പോയാൽ 5. ഇതൊക്കെ എളുപ്പത്തിൽ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇനി നമ്മൾക്ക് സംഭവത്തിൽ നിന്നു ഇനി എങ്ങനെയാണ് നോക്കാം. ആദ്യം നമുക്ക് 82 - 37 കുറക്കുന്നത്. അതായത് ഇപ്പൊ 82 നിന്ന് 31 കുറക്കാൻ പറഞ്ഞു വിചാരിച്ചോ.
അപ്പൊ വലിയ വിഷമം നിങ്ങൾക്ക് അനുഭവിക്കില്ല. 2-ന്ന് 1 കുറക്കാനാവും, 8-ന്ന് 3 കുറക്കാനുള്ള നിങ്ങൾക്ക് ആവും അല്ലേ? രണ്ടും സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. 82-ന് 37 പറയുമ്പോഴല്ലേ ചില്ലറ വിഷമം വരുന്നത്. ഇങ്ങോട്ടാണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മുകളിൽ വലിയ നമ്പറും താഴെ ചെറിയ നമ്പറും വരുന്ന രീതിയിൽ ഓരോ ഡിജിറ്റും വരുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓരോ അക്കങ്ങളും മുകളിൽ വലുതും താഴെ ചെറുതുമാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയി പറയാൻ പറ്റും. മുകളിലത്തെ അക്കം ചെറുതും താഴെ വലുതും വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ പഠിക്കാൻ പറ്റുന്നതാണ് നമ്മൾ പറയാൻ. നോക്കിക്കോളൂ, വളരെ സിമ്പിൾ ആയിട്ട് ട്രിക്കാണ് പഠിക്കുന്നത്. ഇവിടെ 37 ഉള്ളത്. ഈ 37 40 ആക്കാൻ എന്താ വഴി? അതിന്റെ കൂടെ 3 കൂട്ടിയാൽ മതിയല്ലോ. അപ്പൊ ഇതിന്റെ കൂടെ 3 കൂട്ടിയാൽ മതി. അപ്പൊ ഇതിന്റെ കൂടി എത്ര കൂട്ടുക? 3 കൂട്ടുക. ഇതിന്റെ കൂടെ 3 കൂട്ടിയാൽ 40 ആയി. ഇതിന്റെ കൂടെ 3 കൂട്ടിയാൽ എത്രയായത്? 85 ആയി. അപ്പൊ ഇതിന്റെ കൂടെ 3 കൂട്ടി എത്രയായി? 40 ആയി. 85-ന് 40 നമുക്ക് മനസ്സിൽ പറഞ്ഞോടെ നമുക്ക് ആൻസർ എത്ര കിട്ടും? 45. അപ്പൊ 82-ന് 37 പോയാൽ എത്ര? 45. നോക്കാം, നമുക്ക് നമ്മൾ പഠിച്ച മാതിരി നോക്കാം. 82 - 37 നോക്ക്. ഇത് നമ്മൾ എന്താ പറയാ? 2-ന്ന് 7 പോകില്ല. ഇപ്പുറത്ത് 1 എടുത്തു. അപ്പൊ ഇത് 12 ആയി. ബാക്കി 7 10 ഇവിടെ 7 ഉണ്ട്. 12-ന്ന് 7 പോയിട്ട് നമുക്ക് 5 കിട്ടി. 7-ന് 3 പോയിട്ട് 4 കിട്ടി. ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം. ഇങ്ങനെയൊന്നും എഴുതാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിൽ തന്നെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 2-ന്റെ കൂടെ 3 കൂട്ടി എന്നിട്ട് കുറച്ചു. സംഭവം സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? 28 ഇവിടെ ഉള്ളത്. ഇതിനെയാണ് റൗണ്ട് ചെയ്ത് ആക്കേണ്ടത്. 37 3 40 ആക്കിയത് പോലെ ഇതിനെയാണ് ആക്കേണ്ടത്. അപ്പൊ ഇതിന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ മതി? 2 ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ മതി? 2 ആഡ് ചെയ്താൽ മതി. അപ്പൊ 74-ഉം 2-ഉം എത്രയായി? 76 ആയി. അപ്പൊ എന്ത് കിട്ടും? 76 എത്ര? 28-ന് 2 എത്ര? 30. 76-ന് 30 ഓർക്കാൻ നമുക്കറിയില്ലേ? 70-ന് 30 കുറച്ചാൽ 40 എന്ന് അറിയാലോ. അപ്പൊ 76-ന് 30 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 46 കിട്ടും. 70-ന് 30 കുറച്ചാൽ 40 അല്ലേ? അപ്പൊ 76-ന് കുറച്ചാൽ 46 കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി കുറച്ച് വലിയൊരു കണക്ക് നോക്കിക്കോ. അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. 76 ഇവിടെ ഉള്ളത് അല്ലെ? ഇവിടെ 3 ഉള്ളത്. 76 76-ന് എത്ര കൂട്ടിയാൽ 80 കിട്ടും? അടുത്ത നമ്പർ 80 എത്ര കിട്ടും? 4 കൂട്ടിയാൽ കിട്ടും. കിട്ടുമല്ലോ? 4 കൂട്ടിയാൽ കിട്ടുമല്ലോ. 80 കിട്ടി. അപ്പൊ ഇതിന്റെ കൂടെ എത്ര കൂട്ടുക? 4 കൂട്ടുക. 113-ന് 4 കൂട്ടിയാൽ എത്ര കിട്ടും? 117. 76-ന് 4 കൂട്ടിയാൽ എത്ര കിട്ടും? 80. അപ്പൊ 117-ന് 80 കുറക്കണം. 110-ന് 80 കുറച്ചാൽ നമുക്കറിയാം. 110-ന് 80 കുറക്കാൻ നമുക്ക് കിട്ടൂലേ? എത്ര കിട്ടും? നമുക്ക് 30 കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 37 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, ഇനി ഈ 3 അക്കത്തിന്റെ കുറച്ച് പ്രയാസമുള്ള കുട്ടികളാണെങ്കിലും 2 അക്കത്തിന്റെ വളരെ നമുക്ക് മനസ്സിൽ പറയാൻ പറ്റും. 3 അക്കത്തിന് നിങ്ങൾക്ക് ശ്രമിച്ചാൽ പറ്റും. ഓക്കെ, ഈ തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ 2 അക്കങ്ങളിൽ ഇപ്പുറം വലിയ നമ്പർ ഇതാ, ഇവിടെ വലിയ നമ്പറും ഇവിടെ ചെറിയ നമ്പറും ഉണ്ടാവുമ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. ഇതിന് അടുത്ത 0 വരുന്ന സ്ഥലത്തേക്ക് എത്തിക്കുക. അത് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് കുറക്കാൻ പറ്റും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. ഓക്കെ, ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് ഞാനൊരു എക്സസൈസ് തരാം നിങ്ങൾക്ക്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ചോദ്യത്തിൽ ഇത് നിങ്ങൾ പഠിക്കുമല്ലോ. ഓക്കെ, ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതി തരാം. അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ആൻസർ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ ട്രിക്കുമായി വീണ്ടും കാണാം. ബൈ.